പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘം മറച്ചിനൊരുങ്ങി 24 മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖ് കാണാമറയത്ത് തന്നെ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടെ പോലീസ് അന്വേഷിക്കുന്ന സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ വീണ്ടും ഓണായി. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം. ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നു. വേലയിറക്കരുത്. പേലെടുക്ക് ഗോപാലൻ തെണ്ടിയാ വിടില്ല ഞാനവനെ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക. ഹലോ ഹലോ, പണി പാളിയാ. ഫോൺ എടുക്കാൻ പറ്റാത്ത തിരക്കിലാണ് സിദ്ദിഖ്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം സ്വിച്ച് ഓഫ് ആയ മൊബൈൽ ഫോണാണ് ഇന്ന് രാവിലെ വീണ്ടും ഓണായത്. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. പ്രതികരണത്തിനായി മനോരമ ന്യൂസിൽ നിന്നും വിളിച്ചപ്പോൾ പലതവണ റിംഗ് ചെയ്തു. അവസാനം കട്ട് ചെയ്ത ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയ കിണറ്റി പോകുന്നവനാ. ചേട്ടനാ? അല്ല, നീ. സിദ്ദിഖിനായി പരക്കെ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മൊബൈൽ ഫോൺ ഓണായത് അറിഞ്ഞോ എന്നത് വേറെ കാര്യം. സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്നും ഇന്നലെ പുറപ്പെട്ട സംഘമടക്കം ഊർജിതമായ തിരച്ചിലാണ്. സിദ്ദിഖിന്റെയും ബന്ധുക്കളുടെയും വീടുകളിലും ഹോട്ടലുകളിലും അന്വേഷണം എത്തിയിരുന്നു. ഇവിടെയൊന്നും സിദ്ദിഖിന്റെ പൊടി പോലുമില്ലെന്നാണ് വിവരം. ആശാനെ, പോലീസും പിന്നെ കുറെ പത്രക്കാരും. ഇനി എന്നെ ഈ ആശാനെ വരട്ടടാ. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റൻ ടാങ്ക് പോലെ വെക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്കിട്ട് ആശാനെ. പോലീസ് എനിക്ക് പുല്ലാടാ. ജമീറെ, ഇത് പാമ്പുള്ള പറമ്പാണ്, പുറകെ ഓടണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.